സരസ്വതി യാമം എന്നൊക്കെ പറയണ സരസ്വതിയാണ് വിദ്യാകാരൻ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ പഠിക്കുന്ന വിദ്യ അങ്ങനെയൊക്കെയുള്ള ചില ഇന്റലക്ച്വൽ പവർ നന്നായിട്ട് ഈ വേവ്സ് ഒക്കെ വരുന്നതുകൊണ്ട് ഇന്റലക്ച്വൽ പവർ നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റിയൊരു മൂഡുണ്ടാവും നമുക്ക്. അപ്പം അത് ഒരു ദിവസം നമ്മൾ ആരുടെയെങ്കിലും കമ്പല് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമല്ല. ഒന്ന് എഴുന്നേറ്റൊക്കെ നോക്കി നമ്മൾ അതിനോട്ടൊന്ന് ആ താളത്തിലേക്കൊന്ന് വന്ന് പെടണം. അപ്പോഴാണ് ആ പവർ നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിരന്തരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല പവറായിരിക്കും അവർക്ക്. അവരെ അങ്ങനെ പെട്ടെന്ന് ഒരു പ്രതിസന്ധികളൊന്നും പിടിച്ചു കുലുക്കില്ല. കാരണം അവർക്ക് അത്രയും ഊർജമാണ് അവര് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സൂക്ഷ്മതലത്തിലേക്ക് അവരുടെ മനസ്സിന്റെ അഗാധത്തിലേക്ക് പോയി അടിയും ആ പവർ. അപ്പൊ ആ അത്തരം വ്യക്തികൾക്ക് നമുക്ക് മുഖത്ത് നോക്കിയാൽ അറിയാം അവരുടെ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മന്ത്രജപങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, കണ്ടിന്യൂസമായിട്ട് നമ്മൾ പിന്നെ ഈ ജപങ്ങൾ നടത്തുന്ന ആൾക്കാർ, ധ്യാനം ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് പ്രത്യേക പവറാണ്. അത് പ്രത്യേകിച്ച് ധ്യാനം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാത്ത സമയത്ത് ചെയ്യുമ്പോൾ അന്തരീക്ഷം കലുഷിതമാണ്. അപ്പൊ ഈ ആ സമയത്ത് ചെയ്യുന്ന ആ പവർ ഒരിക്കലും വേറൊരു സമയത്ത് ചെയ്താൽ കിട്ടില്ല. ഒറ്റ പ്രാവശ്യം നമ്മൾ ഓങ്കാരം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്താണ്, ഏത് മൂർത്തിയെയാണ് ഉദ്ദേശിക്കുന്നത്, ഏത് കാര്യമാണ് നമുക്ക് സാധിക്കേണ്ടത്, അത് അറിഞ്ഞ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു വിളക്കൊക്കെ കൊളുത്താൻ പറ്റിയാൽ ഏറ്റവും നല്ല കാര്യം. ആ ഊർജ്ജം കൂടി വരും. അപ്പം ഏത് ഊർജ്ജം സൂക്ഷ്മമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് നമുക്ക് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ആഗ്രഹം ഉണർത്തുന്നത്. അപ്പം അത് ഈ മന്ത്രോച്ചാരണങ്ങളിലൂടെ വരുമ്പോഴത്തേക്ക് ഈ പ്രത്യേക വൈബ്രേഷൻ ഈ പ്രകൃതിയിലും മനസ്സിലും ഉണ്ടാവും. അതെല്ലാം കൂടി സമന്വയിച്ച് വരുമ്പോൾ ആ കാര്യം നടന്ന് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അട്രാക്ട് ചെയ്യണം ആ സംഗതി. നമ്മൾ ആ എല്ലാം പ്രകൃതിയിലുണ്ട്, പ്രകൃതിയിലില്ലാത്തതൊന്നുമില്ല. അതിൽ നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ അതേ രീതിയിൽ ആ പ്രത്യേക രീതി. ഇപ്പം നമ്മൾ പറയില്ലേ, ഇത്ര നീഡിലാണ് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഇഞ്ച് ഇത്രയാണ്, ആ വലിയവർക്ക് ഉപയോഗിക്കുമ്പോൾ ഇത്ര നീഡിൽ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ഡോസ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.